Hey students, welcome back to Mathematicos. So chapter 1 real numbers exercise 1.1 question number 3 ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. സോ വീഡിയോസ് കണ്ടിട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ അതിനുള്ള ആൻസേഴ്സ് റിപ്ലൈ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണെന്ന് നമുക്ക് നോക്കാം. Given that HCF of 306, 657 is equal to 9, then find the LCM of 306, 657. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 306ഉം അതുപോലെ തന്നെ 657ഉം. ആൻഡ് HCFും എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഫാക്റ്റിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, HCF ഓഫ് എ കോമ ബി ഇൻറ്റു LCM ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അതായത് നമ്മൾ ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി എന്നിരിക്കട്ടെ, ആ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ HCFും LCMും കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ it will be equal to the product of that two numbers A and B. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാവേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? HCF എത്രയാണ്? 9 ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫാക്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. HCF of 306, 657 into LCM of 306, 657 എന്ന് പറയുന്നത് it will be equal to 306 into 657. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സ് അതിൻ്റെ HCFിൻ്റെയും LCMിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് 306 ആൻഡ് 657. ഓക്കെ, ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഫാക്റ്റ്. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, HCF എത്രയാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. എന്താണ്? 9 ആണല്ലേ. അപ്പോൾ HCFിൻ്റെ പ്ലേസിൽ ഞാൻ 9 കൊടുത്തു. ഇൻറ്റു LCM നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. സോ നമ്മൾ അതുപോലെ തന്നെ എഴുതുവാണ് കേട്ടോ. LCM ഓഫ് 306, 657 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 306 ഇൻറ്റു 657. ഇതിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 9 എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. സോ ഇത് ഇപ്പോഴത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോഴത്തേന് എന്താണ്? ഡിവൈഡഡ് ബൈ 9 ആവും. നമുക്ക് നോക്കാം. LCM ഈസ് ഈക്വൽ ടു LCM ഓഫ് 306, 657 ഈസ് ഈക്വൽ ടു 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9 എന്നാകും. ഓക്കെ അല്ലേ? സോ 306 എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്കത് ചെയ്ത് നോക്കാം കേട്ടോ. 306 ഡിവൈഡഡ് ബൈ 9, 9 3s are 27, 3 remaining 6, then 9 into 4 36, 0 റിമൈൻഡർ ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ 306നെ നമുക്ക് 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 34 വരും. ഓക്കെ, then LCM എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 34 ഇൻറ്റു 657. ഓക്കെ, അതും കൂടെ നമുക്ക് സോൾവ് ചെയ്താൽ 657 ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടുന്നതായിരിക്കും. 657 ഇൻറ്റു 34. ഓക്കെ, 7 ഇൻറ്റു 4 28, 5 ഇൻറ്റു 4 20 പ്ലസ് 2 22, 6 ഇൻറ്റു 4 24 പ്ലസ് 2 26, 7 ഇൻറ്റു 3 21, 2 ബാലൻസ് വന്നു, 5 ഇൻറ്റു 3 15, 1 ബാലൻസ് വന്നു, 6 ഇൻറ്റു 3 18, 8 3, 6 plus 5 11 plus 2 13, 8 plus 2 10 plus 2 12, 2 2 3 3 8, 2 2 3 3 8. ഓക്കെ, ഇതാണ് 657ഉം 34ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. സോ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 2 3 3 8. ഓക്കെ, സോ നമ്മൾ LCM 306ൻ്റെയും 657ൻ്റെയും LCM നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. Therefore LCM ഓഫ് 306, 657 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു
223388. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്വസ്റ്റ്യനിൽ നമുക്ക് HCF എത്രയാണ് എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു, LCM കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ ഇത് സോൾവ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് തന്നിരിക്കുന്നോ അതിൻ്റെ HCFും LCMും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗിവൺ 2 നമ്പേഴ്സ്. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. HCF ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ HCFിൻ്റെ പ്ലേസിൽ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ LCM നമുക്ക് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ഗിവൺ 2 നമ്പേഴ്സ് 306 ആൻഡ് 657. സോ നമ്മളത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി, 223388. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പറഞ്ഞ പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിട്ട് കാണുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ.